വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? അതിലൊക്കെ നമ്മൾ സാധാരണ മഞ്ഞപ്പൊടി കൊണ്ട് ചേർക്കുന്ന ആ കളറായിരിക്കുമോ അതിന്? അല്ല, അതിൽ കൃത്രിമമായ കളർ ചേർക്കുന്നുണ്ട്. അത് ശരിക്കും എണ്ണയിൽ വറുക്കുന്ന ഒരു പലഹാരങ്ങൾക്കും ഈ കളർ ചേർക്കാൻ പാടുള്ളതല്ല. അതിനുവേണ്ടി നമ്മുടെ ഓഫീസർമാർ കടകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്, അത് പിടിക്കുകയും ചെയ്യും. നമ്മളും ചെല്ലുമ്പോൾ അവരോട് പറയാറുണ്ട് കളർ ചേർക്കരുത്, അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ആളുകൾ പറയുന്നേക്കാ കളറുള്ള ആളുകളല്ല, കച്ചവടക്കാർ നമ്മളോട് പറയുന്നേക്കാ കളറുള്ള ഭക്ഷണ സാധനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. അഥവാ കളർ നമ്മൾ കുറച്ചാൽ ആളുകൾ പറയും അത് വേണ്ടെന്ന് പറയും. അപ്പോൾ കളറിന് നിറമുള്ള ഭക്ഷണ സാധനത്തിന് ഗുണമില്ല. അതുകൊണ്ട് നിങ്ങളറിയുക, കളറുള്ള ഭക്ഷണ സാധനം കഴിവതും ഒഴിവാക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കളർ കാണിക്കാം. കളർ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു നുള്ളി പൊടി ചേർക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കളർ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. ഇതിലേതിലാണ് കളർ ചേർത്തിരിക്കുന്നത്? ഇതില്ലേ അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ കളർ വന്നില്ലേ? ഇതുപോലെ തന്നെ നമുക്ക് തേയിലയാണെങ്കിലും തേയിലയിൽ കളർ ചിലപ്പോൾ ചേർക്കാം. തേയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള കളർ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ചേർക്കാം. പിന്നെ ഈ മുളകൊക്കെ നമ്മൾ മേടിച്ചാലും ചിലപ്പോൾ കഴുകി ഉണക്കിയാലും അധികം ഉണ്ടാകത്തില്ല. എങ്കിലും നമ്മൾ കടകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൂടുതൽ മുളക് പൊടി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം അതിൽ എല്ലാത്തിലും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ഇതിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിക്കുകയും തിരുവനന്തപുരത്ത് നമ്മുടെ ലാബുണ്ട്, അവിടെ അയച്ച് അതിൻ്റെ പെസ്റ്റിസൈഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. ചിലതിൽ പക്ഷെ കിട്ടാറുണ്ട്, അൺസേഫായിട്ട് വരാറുണ്ട്. ഈ മുളക് പൊടിയൊക്കെ കാശ്മീരി മുളക് പൊടി അതിൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് കൂടുതലായിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ കഴിവത് നമ്മുടെ വീട്ടിൽ മുളക് മേടിച്ച് കഴുകി ഉണക്കാനായിട്ടൊക്കെ നോക്കുക. മുളക് മാത്രമല്ല മല്ലിയിൽ വരെ വിഷാംശങ്ങളുണ്ട്. അപ്പോൾ കഴിവതും അങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും കിട്ടുന്ന സമയത്ത് ഇതുപോലെ കഴുകി ഉണക്കാൻ നോക്കുക. പിന്നെ പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് വെള്ളത്തിനെ കുറിച്ച് പറയാം. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എപ്പോഴും നമ്മൾ എങ്ങനെയുള്ള വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്? തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കേണ്ടത്. പിന്നെ വെള്ളത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം മിക്ക ആൾക്കാരും ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ആ ഫിൽറ്റർ കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്തില്ല എങ്കിൽ അത് ഈക്കോളി പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫിൽറ്റർ കറക്റ്റ് സമയത്ത് തന്നെ ആരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്യണം. മിക്കവരുടെ വീട്ടിലുണ്ടാകും ഫിൽറ്ററുണ്ടാകും. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്യാറുണ്ടാകും. അല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റും ആയി പോകും. അതുപോലെ വെള്ളം നല്ലതായിരിക്കണമെന്നില്ല. പിന്നെ നമുക്ക് അത് വെള്ളത്തിൽ അമോണിയയുടെ സൾഫേറ്റിൻ്റെ pH ഒക്കെ നോക്കണം. നമുക്ക് വെള്ളത്തിൽ അമോണിയ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ അമോണിയ നമ്മൾ എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് ആ വെള്ളത്തിൻ്റെ സമീപത്ത് അഴുക്ക് തോടോ അല്ല സെപ്റ്റിക് ടാങ്കോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ അമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമോണിയയുടെ അളവ് കൂടുമ്പോഴും അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ഈ വെള്ളം നിങ്ങളുടെ കോളേജിലെ വെള്ളമാണ്, ഫിൽറ്ററിലെ വെള്ളമാണ്. ആരെ കൊണ്ടുവന്നത്? ആണോ? ഫിൽറ്ററിലെ വെള്ളമാണ്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വെള്ളം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വെള്ളത്തിൽ അമോണിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നെസ്ലേഴ്സ് റിയേജന്റ് ആണ് ചേർക്കുന്നത്. എന്താണ് നെസ്ലേഴ്സ് റിയേജന്റ്? ഇതിൽ യാതൊരു കളർ ചേഞ്ചും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിൽ അമോണിയ ഇല്ല. അമോണിയ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെയിൽ ഓറഞ്ച് കളർ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കാണിക്കാനായിട്ട് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത് എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മളിത് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൽ അമോണിയ ഇല്ല. നമുക്ക് അടുത്ത സൾഫേറ്റ് ഉണ്ടാകും നോക്കാം. സൾഫേറ്റ് വെള്ളത്തിൽ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സൾഫേറ്റ് നമ്മൾ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത്? ഭൂമിയുടെ അടിയിൽ നിന്നല്ലേ.
ഭൂമിയുടെ അടിയിൽ ഒരുപാട് മെറ്റൽസ് നോൺ മെറ്റൽസ് ഉള്ളതിനെ കുറിച്ചൊക്കെ അറിയാമോ? അപ്പം നമ്മളെടുക്കുന്ന വെള്ളം എവിടെ നിന്നാണ് അവിടെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ചില വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ അയണിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അതിൽ അയൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൾഫേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും കൂടുതൽ ഈ ചെങ്ങന്നൂർ, മാവേലിക്കര സ്ഥലങ്ങളിലൊക്കെ സൾഫേറ്റിൻ്റെ അളവ് കൂടാൻ കാണാറുണ്ട്. അവിടുന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കഞ്ഞിവെള്ളം പോലെ ഇരിക്കും സൾഫേറ്റ് ഉണ്ടെങ്കിൽ. നമുക്ക് ഇവിടുത്തെ നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ് ബേരിയം ക്ലോറൈഡ്. എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ബേരിയം ക്ലോറൈഡ്? നിങ്ങൾ സോൾട്ടാണ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? ഇതിലും സൾഫേറ്റിൻ്റെ പ്രസൻസ് ഇല്ല. ശരിയല്ലേ? കളർ ചേഞ്ച് ഒന്നും ഇല്ല അല്ലേ? തോന്നണുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും കളർ ചേഞ്ച് തോന്നണുണ്ടോ? ഉണ്ടായിരുന്ന ഒരു കഞ്ഞിവെള്ളം പോലെ വരുന്നതായിരുന്നു. അപ്പം ഇതിൽ സൾഫേറ്റ് ഇല്ല. ഇനി നമുക്ക് പി എച്ച്, വെള്ളത്തിൻ്റെ പി എച്ച് അറിയാമോ? നമുക്ക് കുടിക്കാതെ വെള്ളത്തിൻ്റെ പി എച്ച് അറിയാമോ? 6.5 തൊട്ട് 8.5 വരെയാണ്. നമുക്ക് 7 ആണ് ന്യൂട്രൽ എന്ന് അറിയാം. 7 താഴെയാണെങ്കിൽ പറ, നിങ്ങൾ കെമിസ്ട്രി സ്റ്റുഡൻ്റ് അല്ലേ? അസിഡിക്. മേളിലാണെങ്കിൽ ബ്രോമോക്രസോൾ പർപ്പിൾ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. എന്താണ് ബ്രോമോക്രസോൾ പർപ്പിൾ? 3 സൈസ് സൊല്യൂഷനുണ്ട്. അതായത് ഇപ്പോൾ പി എച്ച് 6 താഴെയാണ്. അത് 6 താഴെയാണെങ്കിൽ ബ്രോമോക്രസോൾ ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. 7.2 കൂടുതലാണെങ്കിൽ ബ്രോമോക്രസോൾ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ബ്രോമോക്രസോൾ പർപ്പിളാണ്. ശരിക്കും നല്ലൊരു പർപ്പിൾ നിറമായിരുന്നെങ്കിൽ 6.8 ഒക്കെ വരുമായിരുന്നു. നമുക്ക് നല്ല പർപ്പിൾ നിറമല്ല, ചെറിയ ഇതൊരു 6.4 വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു 6.8 ഉള്ളൊരു പി എച്ച് ഇതാണ്. ഇപ്പം ഇച്ചിരി പി എച്ച് കുറവാണ്. ഏത് വെള്ളമാണ് ഇവിടെ ആണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഒരുപാട് കുറവില്ല, 6.4 ഒക്കെ വരുന്നത്. 6.5 ആണ് നമുക്ക് കുടിക്കേണ്ട വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് കേട്ടോ. 6.5 തൊട്ട് 8.5 വരെയാണ് നമുക്ക് കുടിക്കാവുന്ന വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൂടുതൽ ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പാക്കറ്റ് ഫുഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? പാക്കറ്റ് ഫുഡ്, ജ്യൂസ് ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഈ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? ഫ്രൈഡൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ടോ? എക്സ്പയറി ഡേറ്റ് മാത്രമേ നോക്കാറുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇത് എന്ത് ജ്യൂസാണെന്ന് നോക്കാറില്ലേ? ജ്യൂസിൻ്റെ പേര് നോക്കാറില്ലേ? അപ്പോൾ ശരിക്കും ആദ്യം നമ്മൾ ആ ഫുഡിൻ്റെ പേരാണ് നോക്കുന്നത് അല്ലേ? പിന്നെ എന്താണ് നമ്മൾ നോക്കുന്നത്? അല്ലെങ്കിൽ ഡേറ്റ് നോക്കുമെന്ന് പറഞ്ഞു. ഇൻഗ്രീഡിയൻസ് നോക്കാറുണ്ടോ? ഇല്ല, ആരും നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. അതിൽ എന്താണുള്ളത്? കാരണം അതിൽ ചേർത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കളറാണ്. ഇപ്പോൾ ജ്യൂസ്, മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ മാങ്ങ ഉണ്ടാവുമോ? അതിൽ മാംഗോ അതിൻ്റെ ആ ഫ്ലേവറാണ് ചേർത്തിരിക്കുന്നത്. അത് കെമിക്കലാണ്. നിങ്ങൾ കെമിസ്ട്രി സ്റ്റുഡൻ്റ് അല്ലേ? അറിയാമല്ലോ. അപ്പോൾ കെമിക്കലാണ്. പിന്നെ അതിലെന്താ ചേർക്കുന്നത്? രുചി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയേക്കാളും ഇരട്ടി അതിനുള്ള ഷുഗറാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ കളർ കിട്ടാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ കളറ്, ഫ്ലേവർ, അതുപോലെ ഈ ഷുഗർ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. വല്ലപ്പോഴും ഒരു ദിവസം കുടിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ നാളെയുമ്പോൾ ഷുഗർ പേഷ്യൻ്റായിട്ട് മാറും. കാരണം നമുക്ക് ഒരു ദിവസം കുടിക്കാവുന്ന പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ 20 മുതൽ 25 ഗ്രാമാണ്. അതായത് ശരിക്കും പറഞ്ഞിട്ട് 5 ടീസ്പൂൺ പഞ്ചസാരയെ
എല്ലാവരും ചായ കുടിക്കാറില്ല? ഇല്ല. ചായ കുടിക്കാറില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ പായസമൊക്കെ ആണെങ്കിൽ നമ്മൾ കുടിക്കാറുണ്ട്. അത് അങ്ങനെ മധുരം ഉള്ളിൽ ചെല്ലാം. പിന്നെ അല്ലായെങ്കിൽ ഇതുപോലെ ജ്യൂസ് കുടിക്കാറുണ്ടോ? ജ്യൂസ് വല്ലപ്പോഴൊക്കെ വാങ്ങിച്ച് കുടിക്കും അല്ലേ? ഈ ജ്യൂസിൽ തന്നെ നമുക്ക് എത്ര പഞ്ചസാര, അതിൽ എത്ര കണ്ടന്റ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും നോക്കാറുണ്ടോ? ഇല്ല. ചില എന്താണ് ജ്യൂസിന്റെ പേര് പറഞ്ഞേ? പെപ്സിയോ കൊക്കക്കോള, അതിലൊക്കെ എത്ര 20, 27, 35 ഒക്കെ ശതമാനം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാവുന്ന പഞ്ചസാരയുടെ അളവ് പറഞ്ഞാൽ 20 തൊട്ട് 25 മാത്രമാണ്. നമ്മൾ ആ പെപ്സി ഒരെണ്ണം കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഒരു 37% ആണെന്ന് തോന്നുന്നു. അത്രയും ഷുഗർ നമ്മുടെ ഉള്ളിൽ ഒറ്റയടിക്കാൻ കൊണ്ട് ചെല്ലും. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് മാറും. ഇത് ശരിക്കും നമ്മുടെ ഇവിടെ ഒരു നവകേരള സദസ്സല്ല, ഒരു സർക്കാരിൻ്റെ 5ാം വർഷം നമ്മുടെ ബീച്ചിൽ നടത്തിയ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഒരു ഷുഗർ ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്നവർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രൈറ്റ് കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. സ്പ്രൈറ്റ് കുടിച്ചവർ ഇപ്പം കുടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അവർ ഷുഗർ പേഷ്യൻ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ജ്യൂസൊന്നും വാങ്ങിച്ച് കുടിക്കാതിരിക്കുക. വല്ലപ്പോഴും കുടിച്ചാൽ കുഴപ്പമില്ല, എപ്പോഴും കുടിക്കാതിരിക്കുക. അതുപോലെ ലേസ് കഴിക്കാത്തവരാർക്കും ഉണ്ട് ഇവിടെ. ലേസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ലേസ് മാത്രമല്ല, എണ്ണയിൽ വറുക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അത് കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലേസൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാ ലേസ് ഉണ്ടാക്കുന്നത്? കിഴങ്ങ്. ഈ കിഴങ്ങിൽ സ്റ്റാർച്ച് കൂടുതലായിരുന്നെന്ന് അറിയാമോ? ഈ സ്റ്റാർച്ച് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ എണ്ണയിൽ വറുക്കുമ്പോൾ അക്രൈൽ അമിഡെന്നുള്ള ഒരു പോളിമർ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഈ ലേസ് ആരെങ്കിലും കത്തിച്ച് നോക്കിയിട്ടുണ്ടോ? പ്ലാസ്റ്റിക് കത്തുന്ന പോലെ കത്തുന്നുണ്ടോ? അപ്പം അതിന് കാരണം എന്താ? അക്രൈൽ അമൈഡ് എന്ന് പറയുന്ന ഒരു പോളിമർ അതിലുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അത് കൂടുതലായിട്ട് ഉള്ളിൽ ചെന്നാൽ നമുക്ക് എന്തൊരു അസുഖങ്ങളുണ്ടാകും. നിങ്ങൾ ലേസല്ല, എണ്ണയിൽ വറുക്കുന്ന സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ മുഴുവനും ഒഴിവാക്കണമെന്ന് പറയുന്നില്ല, വല്ലപ്പോഴും മാസത്തിൽ ഒരു ദിവസം കഴിച്ച ഒരു കുഴപ്പമില്ല. FSSAI, അതായത് FSSAIന്റെ കുറിപ്പം അറിയാമോ? സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും FSSAI ലൈസൻസ് നമ്പർ ഉണ്ടായിരിക്കണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം, എന്തെങ്കിലും ഈ ഭക്ഷണ സാധനം കഴിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് നമ്പർ നോക്കുമ്പോൾ തന്നെ ഇത് എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്കല്ലെങ്കിൽ നമ്മുടെ ഓഫീസർമാർക്കാണെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ FSSAI ലൈസൻസ് നമ്പറുള്ള സാധനങ്ങൾ എപ്പോഴും വാങ്ങിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരു 14 അക്ക നമ്പർ ഉണ്ടാവും, ഒരു 40 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. അതായിരിക്കും അതിൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത്. ആരും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടോ? സിമ്പല് അതിൻ്റെ കൂടെ എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ടാവും? 40 ഡിജിറ്റ് നമ്പറുള്ള ഒരു ഇതുണ്ടാവും. അത് അതിൻ്റെ ലൈസൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ FSSAI ലൈസൻസ് ഉണ്ടാവും നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ അറിയാമോ? 1900425125 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 1900425125 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വിളിക്കാം. പിന്നെ ഈ ISI മാർക്ക് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലേ? ISI മാർക്ക് ക്വാളിറ്റിയെയാണ് കാണിക്കുന്നത്. എല്ലാ സാധനവും ഇപ്പോൾ കുക്കർ കണ്ടിട്ടില്ലേ, പൈപ്പ് ISI മാർക്കുള്ള പൈപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലും ISI മാർക്കുണ്ട്. എല്ലാ ഭക്ഷണ സാധനങ്ങളും കാണാറില്ല, എങ്കിലും മിക്കതിലും ഉണ്ടാകാറുണ്ട് അതിൻ്റെ നമ്പർ. പിന്നെ ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഒരു സിമ്പല് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ സിമ്പലാണിത്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടോ? ഇതെന്തിൻ്റെ സിമ്പലാണ്? വെജിറ്റേറിയൻ സിമ്പലാണ്. നോൺ വെജിറ്റേറിയൻ്റെ സിമ്പൽ ഇതല്ല, ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ. ഇത് പഴയ ഒരു ഇതായിരുന്നു. നോൺ വെജിറ്റേറിയൻ്റെ സിമ്പൽ ബ്രൗൺ കളർ തന്നെ, ട്രയാങ്കിൾ ഷേപ്പാണ്. പിന്നെ പ്ലസ് എഫ് എന്ന് പറയുന്ന ഒരു സിമ്പൽ കണ്ടിട്ടുണ്ടോ? കവർ പാൽ വാങ്ങിക്കാറുണ്ടോ ആരെങ്കിലും? അതിൽ പ്ലസ് എഫ് എന്ന് പറയുന്ന സിമ്പൽ കണ്ടിട്ടുണ്ടോ? അത് എന്തിനാണെന്ന് അറിയാമോ? ഫോർട്ടിഫൈഡ് ഫുഡിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഫോർട്ടിഫൈഡ്? എന്ന് വെച്ചാൽ
അരിയെ കുറിച്ച് അറിയാമോ? ഒരു വെളുത്തരി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വീട്ടില് അരി ഒരു വെളുത്ത അരിയുണ്ട്, അത് ഫോർട്ടിഫൈഡ് അരിയാണ്. അതെന്ന് വെച്ചാൽ അതിൽ വൈറ്റമിൻസ്, ഫോളിക് ആസിഡ്, മിനറൽസ്, അയൺ, പിന്നെ പൊടിഞ്ഞ അരി കൂടി ചേർത്ത് അരിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന അരിയാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ വളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ തരുന്ന അരിയാണ് ഫോർട്ടിഫൈഡ് അരി എന്ന് പറയുന്നത്. എല്ലാ ഇതിനും കിട്ടിയില്ല, റേഷൻ കടകൾ വഴി മാത്രമേ കിട്ടുന്നുള്ളൂ. 5 ഭക്ഷണസാധനങ്ങളാണ് ഫോർട്ടിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് അരിയിൽ. പിന്നെ എണ്ണ, ചില വെളിച്ചെണ്ണയിലുണ്ട്, അത് എല്ലാ വെളിച്ചെണ്ണയിലും ഇല്ല. അതുപോലെ സൺഫ്ലവർ ഓയിൽ, പിന്നെ പാല്, അതിൽ രണ്ടിനും ചേർത്തിരിക്കുന്ന വൈറ്റമിൻ എയും ഡിയും, അതിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് വൈറ്റമിൻ എയും ഡിയും ചേർത്തിട്ടുണ്ട് പാലിലും അതുപോലെ എണ്ണയിലും. പിന്നെ ആട്ട, റേഷൻ കടകൾ വഴി വരുന്ന ഒരു ആട്ട പൊടി കണ്ടിട്ടുണ്ടോ? ഫോർട്ടിഫൈഡ് ആട്ടയെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉപ്പിൽ എന്താണ് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അയഡിൻ ചേർത്താണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഉപ്പല്ല. കണ്ടിട്ടുണ്ടോ പാക്കറ്റിൽ അയഡൈസ്ഡ് സോൾട്ട് എന്ന്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം അയഡിൻ ഇല്ലാത്ത ഉപ്പ് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2 സൈസ് ഉപ്പുണ്ട്, കല്ലുപ്പുണ്ട്, പൊടിയുപ്പുണ്ട്. എന്നാൽ നോൺ അയഡൈസ്ഡ് സോൾട്ട് ഉണ്ട്. പക്ഷെ ശരിക്കും ഭക്ഷണത്തിന് അയഡൈസ്ഡ് സോൾട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അഡിറ്റീവ്സ് എന്തിനാണെന്ന് അറിയാമോ? രുചി കൂടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. ഇപ്പം നിങ്ങൾക്ക് അജിനോമോട്ടോയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, സോഡിയം ഗ്ലൂട്ടമേറ്റ്, MSG എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അതെന്ന് പറയുന്നത് നല്ല രുചി കൂടാൻ നല്ലതാണ്, പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്രത്യേകിച്ച് ചൈനീസ് ഫുഡിൽ അലൗഡാണ്, അല്ലാതെയുള്ള ഫുഡിലൊന്നും അലൗഡ് അല്ല. അല്ല എങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെക്കണമെന്ന് നിർബന്ധമാണ്. ചില മിക്ക കടക്കാർക്ക് ഫൈൻ കൊടുക്കാറുണ്ട് അങ്ങനെ എഴുതി വെക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കണം, ഏതെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ അതിൽ MSG ചേർത്തിട്ടുണ്ടോ? ചിലർ എഴുതി വെക്കാറുണ്ട്, ഞങ്ങളുടെ ഇതിൽ MSG ചേർക്കുന്നുണ്ടെന്ന്. അത് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കും 1 വയസ്സിന് താഴെയുള്ള കുട്ടികളും അത് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് കുട്ടികൾക്കൊന്നും ബിരിയാണിയൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിലൊക്കെ രുചി കൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള MSG ഒക്കെ ചേർക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മൾക്കും അതായത് ചെറിയ അളവിൽ കുഴപ്പമില്ല, കൂടുതലായാൽ നമുക്കും അത് ഹാനികരമാണ്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, ചില ഭക്ഷണ സാധനങ്ങൾ കേടാകാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ചേർക്കാറുണ്ട്. അത് ഈ പാക്കറ്റ് സാധനങ്ങളുടെ പുറത്ത് എഴുതിയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. നോക്കാറുണ്ടോ? പ്രിസർവേറ്റീവ്സ് ചേർത്തിരുന്ന ചില ഹാഫ് കുക്കഡ് ചപ്പാത്തി എന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ E01 അങ്ങനെ എന്തെന്ന് പറഞ്ഞ ഒരു നമ്പർ ഇനി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. E01 എന്നൊക്കെ പറയുന്ന ഒരു നമ്പർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതാണ് പ്രിസർവേറ്റീവ്സ് ആണ്. പിന്നെ നമുക്ക് പാലിലെ മായ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് കാണാം. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ പാലിൽ ചേർക്കുന്ന മായ ഏതാണ്? വെള്ളം അല്ലേ? പാലിൽ ചേർക്കുന്ന